നമ്മുടെ ഇതില്ലേ എന്തോന്നാ ഈ ചൂടുക്കുരു എന്നും പറഞ്ഞ് അതിനെന്താണ് ഈ മുള്ളുമുരിക്കിൻ്റെ കായില്ലേ, മുള്ളുമുരിക്കിൻ്റെ പൂവ് കഴിഞ്ഞിട്ടൊരു കാ വരും. ഇപ്പോഴൊക്കെ നിങ്ങൾ കണ്ട അതിൻ്റെ കളറ് കിഡ്നിയുടെ കളറാണ്. അപ്പം ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഇതുപോലെ പർപ്പിൾ കളറിലെ മുഴച്ചു വരികയോ നിറഭേദം ഉണ്ടാകുകയോ ചെയ്യുന്ന വ്യക്തികളെ കർത്താവ് 17 പേരോളം കാണിക്കുന്നുണ്ട്. കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിപ്പം നിങ്ങളുടെ മുതുക് അതായത് ഈ മുതുക് ഭാഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇടത് മുതുകിൻ്റെ ഭാഗം, ഇടത് മുതുകിൻ്റെ ഭാഗത്ത് അച്ഛൻ പറഞ്ഞിരിക്കുന്ന പോലെ ഇതുപോലെ കളർ വ്യത്യാസം കണ്ട ആളെ പെർട്ടിക്കുലറായിട്ട് ഇപ്പോഴത്തെ ടൈമിൽ സുഖപ്പെടുത്തിയിരിക്കുന്ന വിഷയമാണ്. ശ്രുതിയുടെ ഹല്ലേലൂയ. അത് തന്നെ കണ്ടീഷനായിട്ട് വലത് മുതുക് നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. കാര്യം ഇങ്ങനെ പറയുന്ന കാര്യം അടയാളപ്പെടുത്തി പറഞ്ഞ എല്ലാ സാക്ഷ്യങ്ങളും നിങ്ങൾ ഇവിടെ ആൾക്കാർ പറഞ്ഞ പോലെ സാക്ഷ്യപ്പെടുത്താനുള്ളതാണ്. അടയാള സഹിതം പറയുന്ന എല്ലാ സാക്ഷ്യങ്ങളും സാക്ഷ്യപ്പെടുത്താനുള്ളതാണ്. നിങ്ങൾക്കത് ബോധ്യം ഉണ്ടാകാനും നിങ്ങൾ തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഉദ്ദേശിച്ച് പറയുന്നതാണ്. അത് അച്ഛൻ പറയുന്നതല്ല, ഈശോ നേരിട്ട് ചെയ്യുന്ന നിങ്ങൾ സാക്ഷികളാക്കുകയാണ്. പക്ഷേ സാക്ഷികളാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, സാക്ഷ്യം പറയണവരും എല്ലാം ഒരു വെള്ളി ആണെന്ന് വിചാരിച്ചോ, പക്ഷേ സാക്ഷ്യത്തിൽ ജീവിക്കുന്ന ആൾക്കാർ സ്വർണ്ണമാണ്. 2 തരം ആൾക്കാരുണ്ട്. ശരി, സാക്ഷ്യം പറയുന്നവരുണ്ട്, അവർ സ്വർണ്ണമാണെന്ന് തന്നെ വിചാരിക്കുക. സാക്ഷ്യം പറയുന്ന ആൾക്കാർ, ഇന്ന് സാക്ഷ്യം പറഞ്ഞ ആൾക്കാരില്ലേ, അവരെല്ലാം സ്വർണ്ണമാണ്. അപ്പോൾ അത് എത്ര ക്യാരറ്റ് വരും? 18 തൊട്ട് 22 വരെ ക്യാരറ്റ് വരും സ്വർണ്ണം. ഇനി സാക്ഷ്യത ജീവിക്കുന്ന ആൾക്കാരുണ്ട്, അവരെ തങ്കമാണ്. എന്താ കാര്യം? അത് 24 ക്യാരറ്റ് വരും. അല്പം പോലും ചെമ്പ് ചേരത്തില്ല, അല്പം പോലും ചെമ്പ് ചേരത്തില്ല. അപ്പം സാക്ഷ്യം പറയുന്നവർ സ്വർണം 22 ക്യാരറ്റ്, സാക്ഷ്യത്തിൽ ജീവിക്കുന്നവർ തങ്കം 24 ക്യാരറ്റ്. എന്താണ്? ചെമ്പ് അതിൻ്റെ അകത്തില്ല. മറ്റുള്ള ചെമ്പുണ്ടോ ഇല്ല എന്നല്ല പ്രശ്നം. സാക്ഷ്യത്തിൽ ജീവിക്കുന്നവരെന്ന് പറഞ്ഞാൽ ഉരുക്കപ്പെട്ട ആൾക്കാരാണ്. സാക്ഷ്യത്തിൽ ജീവിക്കുന്ന ആരാണ്? സാക്ഷ്യം പറയുന്നവരുണ്ട്. 2 തരം ആൾക്കാരുണ്ടല്ലേ, വിശ്വാസികൾ 2 തരമാണ്. സാക്ഷ്യം പറയുന്നവരുണ്ട്, പിന്നെ എന്താണ്? സാക്ഷ്യത്തിൽ ജീവിക്കുന്നവരുണ്ട്. സാക്ഷ്യം പറയുന്നവർ തങ്കം 22 ക്യാരറ്റ്. സാക്ഷ്യത്തിൽ ജീവിക്കുന്നവരുണ്ട്, അതാരാണ്? അത് സ്വർണ്ണം, അത് തങ്കമാണ്. അത് തങ്കമാണ്. അത് 24 ക്യാരറ്റ്. എന്താ ഇത് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാക്ഷ്യത്തിൽ ജീവിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാവരും സാക്ഷ്യത്തിൽ ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കേണ്ടതാണ്. പക്ഷെ സാക്ഷ്യത്തിൽ ഇപ്പം ഇന്നലെ ഞാനൊരു സഹോദരിയെ കണ്ടേ. ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ കൗൺസിലിങ്ങിൻ്റെ ഒരവസ്ഥ. ഇപ്പോഴും ഓൾട്ടറിലാണ് കൗൺസിലിംഗ് നടക്കുന്നത്. നിങ്ങളെല്ലാവരും തന്നെ മഞ്ഞച്ചീട്ട് വാങ്ങിക്കേണ്ടതാണ്. മഞ്ഞച്ചീട്ടാണ് കറക്റ്റ് ഉടമ്പടി പ്രകാരമുള്ള 10 പ്രേക്ഷിത പ്രവർത്തനം. അപ്പോൾ മഞ്ഞച്ചീട്ട് മുകളിലുള്ള എല്ലാ ആൾക്കാർക്കും ആൾത്താറയിൽ കൗൺസിലിംഗ് നടക്കും. അത് മഞ്ഞച്ചീട്ട് ഇപ്പോൾ കളറൊക്കെ വ്യത്യാസം വെച്ചിങ്ങനെ കാര്യം കൗൺസിലിംഗ് എപ്പോഴും നടക്കുന്നത് ഉടമ്പടി അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൗൺസിലിംഗ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾ പണത്തിൻ്റെ കാര്യമൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മയുടെ കാര്യം തന്നെ എടുത്തേ. അവർക്ക് 1 ലക്ഷം രൂപ 10 കൊല്ലം ആളകത്ത് കിടന്നിട്ട് 1 ലക്ഷം രൂപ കൊടുക്കേണ്ടതാണല്ലേ. അപ്പോൾ അമ്മച്ചി ഒരു 10,000 രൂപയുടെ പത്രം എടുത്ത് വിതരണം ചെയ്യേണ്ടതാണ്. എന്താ കാര്യം? മാതാവ് കൊടുത്തതല്ലേ. അപ്പം അതിൽ 10 ലക്ഷം രൂപ 10 കൊല്ലത്തെ വിടുതലും പിന്നെ എന്താ കൊടുത്തിരിക്കണം? 1 ലക്ഷം രൂപയുടെ പിഴയും കൊടുത്തിരിക്കണം. അതെല്ലാം ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കണതല്ലേ. അപ്പോൾ അവർ 10 അതിൻ്റെ ശതമാനമുണ്ട്, ദശാംശം ഇല്ലേ? അമ്മ കൊടുത്തതിൻ്റെ ദശാംശം ഇല്ലേ? അത് 10,000 രൂപ വരത്തില്ലേ? അപ്പോൾ 10,000 രൂപയുടെ പത്രത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യേണ്ടതാണ്. ഇപ്പോൾ വേറൊരു സാക്ഷ്യം പറഞ്ഞത് എന്താ പറഞ്ഞത്? അവർക്ക് 4 സെൻറ്റ് സ്ഥലവും 2 നിലയുള്ള വീടും. അപ്പോൾ എത്ര രൂപ വരും? 35,000 രൂപ, 35 ലക്ഷം രൂപ. എത്ര രൂപ മുടക്ക്? 15 ലക്ഷം രൂപ. 20 ലക്ഷം രൂപയല്ലേ മുടക്ക്? അവർക്ക് നിങ്ങൾ ചിന്തിച്ചില്ലേ അതിനെക്കുറിച്ച്? അതായത് 4 സെൻറ്റ് സ്ഥലവും 2 നിലയുള്ള വീടിൻ്റെയും ഇപ്പോൾ വാങ്ങിച്ചത് നിങ്ങൾ നോക്കിക്കോ. ഏറ്റവും കുറഞ്ഞ 35 ലക്ഷം രൂപയാണ് എൻ്റെ വില. ഏറ്റവും കുറഞ്ഞതാ. അവരെത്ര മുടക്കിയിരിക്കണത്? 20 ലക്ഷം രൂപ. ബാക്കി ലാഭം എത്ര? 15 ലക്ഷം. ആര് കൊടുത്ത്? അമ്മ കൊടുത്ത്. അപ്പോൾ എന്തുമാത്രം അവിടെ ദശാംശം വരുന്നുണ്ട്. സാക്ഷ്യം ചെയ്യുന്നവരെല്ലാവരും എപ്പോഴും അത് ഓർക്കേണ്ടത് ദൈവികമായ കാര്യം നിങ്ങൾ പിശുകൾ കാണിക്കരുത്. ഞങ്ങളാരും 5 പൈസ എടുക്കുന്നത് വാങ്ങിച്ചിട്ടില്ല.
അങ്ങനെ വാങ്ങിച്ചിട്ട് ജോസഫത്തിന് ഒരു 20 കോടി രൂപ ഉണ്ടാക്കാൻ വരുന്നത്. കാര്യം 89 തുടങ്ങിയ ശുശ്രൂഷ. അമ്മക്കതറിയാം, അമ്മ മാത്രമാണ് അവകാശം. അതുകൊണ്ടാണ് പ്രത്യക്ഷപ്പെട്ടത്. കൈയടിച്ച് കിടന്നാണ് അമ്മ എന്നെ പുതപ്പിക്കണേ, നിൻസുതന്റെ രക്തക്കുളത്തിൽ അമ്മ എന്നെ കുളിപ്പിക്കണേ, നിന്റെ സ്നേഹമേലങ്കിയ അമ്മ എന്നെ പുതപ്പിക്കണേ, നിൻസുതന്റെ രക്തക്കുളത്തിൽ അമ്മ എന്നെ കുളിപ്പിക്കണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പൊ നമ്മൾ 2 തരം മനുഷ്യരെയാണ് കണ്ടത്. എന്താണ്? സാക്ഷ്യം പറയുന്നവരെ, അവരാരാണ്? സ്വർണ്ണ. പിന്നെ സാക്ഷ്യം ജീവിക്കുന്നവരെ, അവരാരാണ്? തങ്കം. അവരെന്താണ് കാര്യം? അത് ഊതിക്കാച്ചിയതാണ്, ചെമ്പ് കലരാത്തതാണ്. ഞാൻ ഇങ്ങനെ ചെമ്പ് കലരാത്ത ഒരു സഹോദരിയെ അൾത്താറയിൽ കണ്ടുമുട്ടി. അൾത്താറയിലാണല്ലോ ഇപ്പോൾ കൗൺസിലിംഗ് നടക്കുന്നത്, അച്ഛൻ്റെ കൗൺസിലിംഗ് നടക്കുന്നത് രാവിലെ മുതൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒത്തിരിയേറെ പേര്, നിങ്ങൾക്കറിയാമോ, ആൾക്കാർ വരുന്നവരെല്ലാം അപ് ടു ഡേറ്റ് ചെയ്താണ് വന്നിരിക്കുന്നത്. ആ 3 മാസത്തെ പ്രാർത്ഥനയും കഴിഞ്ഞ് 3 മാസത്തെ പ്രേക്ഷിത പ്രവർത്തനം കഴിഞ്ഞിട്ടാണ് അവർ ഉപവാസം കഴിഞ്ഞാൽ വന്നിരിക്കുന്നത്. അല്ലാതെ ലൊട്ടിലൊടുക്ക് പരിപാടികളൊന്നുമില്ല. അത് പണ്ടായിരുന്നു. ഇപ്പോഴെല്ലാം പെടാഫട്ട കൃത്യമായിട്ടുള്ള ആൾക്കാരാണ് കൗൺസിലിംഗ് വരണത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നറിയാമോ? എൻ്റെ അച്ഛാ, സത്യം പറഞ്ഞ അൾത്താറിൽ നിന്ന് ഈശോൻ്റെ നാമത്തിൽ ഉടമ്പടി ചെയ്ത് കല്യാണം കഴിച്ചുകൊണ്ടാണ് ഞാൻ ആ മനുഷ്യൻ്റെ കൂടെ ജീവിക്കുന്നത്. 10-20 കൊല്ലമായി ജീവിക്കണതേ. അപ്പം സക്രായുടെ വാതിക്കെന്ന് മേടിച്ചുകൊണ്ട് പോകുന്നത് കൊണ്ടാണ് അതെനിക്ക്, അവർക്ക് നല്ല ബോധമുണ്ട്. സക്കാരുടെ വാതിക്കെന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി കർത്താവിൻ്റെ അടുത്ത് ഉടമ്പടി ചെയ്ത്, വിവാഹ ഉടമ്പടിയാണല്ലോ, കർത്താവിൻ്റെ അടുത്ത് ഉടമ്പടി ചെയ്ത് വാങ്ങിച്ചുകൊണ്ട് പോയത് കൊണ്ടാണ് ഞാൻ ആ മനുഷ്യരുടെയൊക്കെ ജീവിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പോൾ എല്ലാം പറഞ്ഞതിന് ശേഷമാണ് ഈ സങ്കടം, ഉള്ളിസങ്കടം പറയണത്. ഞാൻ പറഞ്ഞു, എന്നാ കാര്യം, എന്താ പറ്റിയെന്ന് ചോദിച്ചു. പറഞ്ഞു, എൻ്റെ ചായ പേടിയാ മനുഷ്യന്. 20 കൊല്ലം ഞാൻ പേടിച്ച് ജീവിക്കുക. പേടിയാ മനുഷ്യന്. 20 കൊല്ലമായി, 2 കൊല്ലമായി, 20 കൊല്ലം ഞാൻ പേടിച്ച് ജീവിക്കുക. കാര്യം ഇന്നത്തെ പ്രശ്നം ചിലപ്പോൾ സോഫ പിള്ളേർ വലിച്ച് നേരെ ഇട്ടപ്പോൾ പിടിച്ച് എടുക്കുമ്പോൾ തെറ്റിപ്പോയതായിരിക്കും. സ്വഭാവം തെറ്റിപ്പോയാൽ മതി. പിന്നെ സോഫയുടെ കാര്യം പറഞ്ഞ് വെളുക്കോളം തെറി പറയും. അപ്പം നമ്മൾ സോഫ നേരെ ഇടും. പിന്നെ ആ പ്രശ്നം തീർന്നില്ല. ഇനിയിപ്പോൾ നാളെ എന്തായിരിക്കും? നാളെ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ കറി പുള്ളി പറഞ്ഞ കറി വെച്ചിട്ടില്ല, കിട്ടാനിട്ടാ. പിന്നെ അതിൽ പറഞ്ഞ് ചോറ് കഴിക്കാതെ പോവുകയും പിന്നെ കുത്തി വാക്ക് പറയുകയും തോന്നിവാസം പറയുകയും അപ്പോൾ ഓരോ വിഷയം മക്കൾ താമസിച്ച് വരുന്ന അത് എന്തായാലും ഇവിടെ കിടത്തേ വരും. മക്കൾ താമസിച്ചാലും അവരോട് സംസാരിക്കത്തില്ല. എന്താടാ നീ താമസിച്ചതെന്ന് അമ്മനോട് ചോദിക്കത്തില്ല, അതിന് ഭാര്യയോട് ചോദിക്കും. അതുകൊണ്ട് ഉറങ്ങിയിട്ട് തന്നെ വർഷങ്ങളായി ഇങ്ങനെ അപ്പം നമ്മളിപ്പോൾ ഇത്രയും നാൾ ഞാൻ കൂടെ ജീവിച്ചപ്പോൾ എനിക്കറിയാം ഈ മനുഷ്യൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഒരുവിധം എനിക്കറിയാം. പക്ഷേ 20 കൊല്ലം ജീവിച്ചിട്ട് ഇഷ്ടാനിഷ്ടം നോക്കിയിട്ട് എല്ലാം നോക്കിയിട്ട് വച്ചാ ഇനി എത്ര കാലം ജീവിക്കേണ്ടി വരുമെന്ന് ഓർക്കുമ്പോൾ ഈ കർത്താവിനെ ഓർത്ത് മാത്രം ജീവിക്കുക. അല്ലെങ്കിൽ ഞാൻ എൻ്റെ പാട്ടിന് പോയേനെ, എനിക്ക് അത്രയും മടുത്തെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, പോയില്ലേ, ചാറ്റിംഗ് മെസ്സേജ് കഴിഞ്ഞതേ ഉള്ളൂ. ചാറ്റിംഗ് മെസ്സേജ് കഴിഞ്ഞപ്പോൾ ഇവരുടെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയി. പക്ഷെ അതല്ല, ഈ വിഷൻ മെസ്സേജിൻ്റെ അപ്പുറത്ത് വേർഡ് മെസ്സേജ് ഉണ്ട്, വേർഡ് മെസ്സേജ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ കേസൊക്കെ വല്ലതും നിങ്ങളോട് പറയാനുണ്ടാകും. അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുന്നത്, ഞാൻ ചില ഡോക്ടർമാർക്കൊരു സുഖമുണ്ടല്ല, രോഗം കൈവിട്ട് നിൽക്കുകയാണെങ്കിൽ അവരതിനുവേണ്ടി ചില പരീക്ഷ നടത്തും. എന്താ കാര്യം? അവർ പഠിച്ച കാര്യമല്ലാത്ത ചില കാര്യങ്ങൾ വരികയാണെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടി അവർ വിജ്ഞാനദാഹം കൊണ്ടും അവരേതെങ്കിലും തരത്തിലുള്ള ഒരു. അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റായി. കാര്യം ഇങ്ങനെയുള്ള ആൾക്കാരോട് ഈശോ സംസാരിക്കുമെന്ന് എനിക്ക് എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞു, നിൽക്കേ, ഈശോ സംസാരിക്കാൻ സാധ്യതയുണ്ട്, നിങ്ങളുടെ വിശ്വാസപ്രമാണം ചെല്ലിക്കേ. ഞാൻ അവരെ കൊണ്ട് വിശ്വാസപ്രമാണം ചെല്ലിച്ചേ. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും ഒരു നമ്പർ പറ എന്ന് പറഞ്ഞു. സാധാരണ വിഷൻ മെസ്സേജ് ഷാർപ്പാകാൻ വേണ്ടി നമ്മളെപ്പോഴും പ്രിസൈസ് നമ്പർ ചോദിക്കും.
അപ്പോൾ ഷാർപ്പായിരിക്കും അത്. അപ്പോൾ അവർ പറഞ്ഞു 4. ഞാൻ പറഞ്ഞു ഒരെണ്ണം കൂടി പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു വീണ്ടും 4. അപ്പോൾ എൻ്റെ നെറ്റ് ചുളിഞ്ഞ് അതാ കാര്യം 4 പെശക നമ്പരാണ്, 4 പ്രലോഭനത്തിൻ്റെ നമ്പരാണ്. അത് ഒരുമാതിരിപ്പെട്ട 60% ആൾക്കാരും അതെടുത്താൽ അവർ ആ നമ്പർ പറഞ്ഞാൽ അവർ പിന്നീട് പറയാൻ പോകുന്ന സുവിശേഷം ഇന്നതായിരിക്കും എന്ന് എനിക്ക് നേരത്തെ അറിയാം. ഞാനത് കുറിച്ച് വെക്കും, എന്നിട്ട് ഞാൻ അവരെ കാണിക്കും. ഇത് നിങ്ങൾ പറയാൻ മുമ്പ് തന്നെ ഈശോ പറഞ്ഞ നമ്പരാണ്, അപ്പോൾ ഇതാണ് നിങ്ങളുടെ വിഷയം എന്ന് പറയും. അപ്പോൾ അതിൻ്റെ മറുപടിയും പറഞ്ഞു കൊടുക്കും. ഇവർക്ക് ഞാൻ കുറിച്ചില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ ബൈബിളിൽ നിന്ന് ഏതെങ്കിലും ഒരു പുസ്തകം പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ എടുത്ത് വായിക്കുമ്പോൾ ഞാൻ പുറപ്പാടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പുറപ്പാട് 4:4, പുറപ്പാട് 4:4. അപ്പോൾ ഞാൻ പുറപ്പാട് 4:4 എടുത്ത് വായിച്ചപ്പോൾ എന്താ പറയുക, അതായത് വിശ്വാസത്തോടെ ദൈവം അവനോട് പറഞ്ഞു, നീ വിശ്വാസത്തോടെ അതിൻ്റെ വാലെ പിടിക്കുക. അവൻ വിശ്വാസത്തോടെ അതിൻ്റെ വാലെ പിടിച്ചു, ഉടനെ സർപ്പം വടിയായി മാറിയെന്ന്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. കാര്യം ഈ വിഷയം ഏതാണെന്നറിയാവോ, അതായത് പണ്ട് പുറപ്പാട് യാത്രയിൽ മോസസ് എല്ലാത്തിനും വേണ്ടി മോസസ് ഇങ്ങനെ ഒരുങ്ങുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇനി മോസസിന് മുമ്പിൽ നിൽക്കുന്നത് ചെങ്കടലും ജോർദാനും ഒക്കെയാണ് നിൽക്കുന്നത്. 40 വർഷത്തെ മരുഭൂമി യാത്ര തുടങ്ങും മുമ്പ് അതിൻ്റെ വിടുതലിന് വേണ്ടിയും വീണ്ടെടുപ്പിന് വേണ്ടിയും മോസസ് ഫറവോൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ മോസസിൻ്റെ അടയാളം കണ്ടപ്പോൾ ഫറവോൻ്റെ കൂടോത്രക്കാർ കൊണ്ടുവന്നിട്ട് അവരുടെ വടി കൊണ്ടുവന്നിട്ട് ഉടനെ പാമ്പാക്കി മാറ്റി. അപ്പോൾ മോസസ് പേടിച്ച് പോയി. ഫറവോൻ്റെ കൂടോത്രക്കാരുടെ വടി കണ്ടപ്പോൾ പാമ്പായി മാറി. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട, കൂടോത്രക്കാരുടെ വടി കാണുമ്പോൾ പേടിച്ച് മോസസ് മാത്രമല്ല നമ്മളൊക്കെ പേടിച്ച് പോകാറുണ്ട് പല ആൾക്കാർ, ഇല്ലേ? ഫറവോൻ്റെ ശുദ്രക്കാർ കൊണ്ടുവന്ന് വടി കാണിച്ച്, ഫറവോൻ്റെ ശുദ്രക്കാർ കൊണ്ടുവന്ന് വടി കാണിച്ച് താഴെ കിട്ടപ്പോൾ അതിങ്ങനെ ഉടനെ പാമ്പായിട്ട് നിന്ന് അപ്പോൾ ബൈബിൾ പറയണത് മോസസ് പേടിച്ച് പോയെന്നാണ്. അപ്പം ഞാനോടത്ത് കർത്താവേ, ഞാൻ എന്തുമാത്രം ചേടുത്തിമാരെ തോന്നിവാസം പറഞ്ഞിട്ടുണ്ട്. കാര്യം ഇവർ പേടിച്ച് പോവും. ഫറവോൻ്റെ കൂടോത്രക്കാരുടെയും ആഭിചാരക്കാരുടെയും വടികൾ പാമ്പാകണ കാണുമ്പോൾ ഇന്നും ആഭിചാരം പേടിക്കുന്ന ആൾക്കാരുണ്ട്, ഇന്നും കൂടോത്രം പേടിക്കുന്ന ആൾക്കാരുണ്ട്, ഇല്ലേ? നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. മോസസും പേടിച്ചതാണ്, കൂടോത്രം കണ്ട് പേടിച്ച ആളാണ്. മോസസും പേടിച്ചതാണ്, ആഭിചാരം കണ്ട് പേടിച്ച ആളാണ്. പക്ഷെ ദൈവം അവനോട് പറഞ്ഞു, നീ വിശ്വാസത്തോടെ അതിൻ്റെ വാലെ പിടിക്കുക പാമ്പിൻ്റെ. മോസസ് വിശ്വാസത്തോടെ യഹോവയുടെ നാമത്തിൽ സർപ്പത്തിൻ്റെ വാലെ പിടിച്ചപ്പോൾ അത് വടിയായി മാറി. നിൻ്റെ പാമ്പുകളെല്ലാം ദൈവം വടിയാക്കി മാറ്റും. കൈ അടിച്ച് കർത്താൻ